നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പ്രമുഖ ഗാന്ധിയനായ VP അപ്പുക്കുട്ട പൊതുവാളുടെ അടുത്താണ്. ഗാന്ധിയൻ ആശയങ്ങൾക്ക് ഏറെ പ്രശസ്തി ഏറി വരുന്ന ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുക്കുട്ട പൊതുവാളെ പോലെയുള്ള ഒരാൾ നമ്മൾക്ക് സമൂഹത്തിന് ആവശ്യമാണെന്നാണ് തുരീയം ചാനലിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അപ്പുക്കുട്ട പൊതുവാൾ എന്ന ആ അധ്യാപകന് എന്താണ് ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ച് ആധുനിക ഈ 2020 അപ്പുക്കുട്ട പൊതുവാൾക്ക് ഈ ഗാന്ധിയൻ ദർശനങ്ങളെ കുറിച്ച് എന്താണ് ഇത് ആധുനിക സമൂഹത്തോട് പറയാനുള്ളത്? പറയാനാവുന്നില്ല. കൂടുതൽ ആയുധ നിർമ്മാണവും യുദ്ധവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഭാവിയെക്കുറിച്ച് വളരെ ആശങ്കാകുലനാണ്, വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ തന്നെ ഭാവി എന്തായിരിക്കും? ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിൽ ഇത്തരം കോലാഹലങ്ങളുടെ പരമ്പര തന്നെയാണ്. പഴയ ചരിത്രം നോക്കിയാൽ മഹാഭാരതത്തിൽ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാരുടെ തമ്മിലുള്ള ഒരു മഹായുദ്ധമാണ് അതിൽ പ്രതിപാദ്യമായിട്ടുള്ളത്. അത് ലോകത്തിൻ്റെ ആ മഹാഭാരത കഥ ലോകചരിത്രത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബകലഹം അത് മൂർച്ഛിച്ച് അവസാനം ഒരു മഹായുദ്ധം നടന്നു. യുദ്ധത്തിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഈ രണ്ട് കുടുംബവും അവസാനം ദുഃഖിച്ച് കരയേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ആർക്ക് ജയം ആർക്ക് പരാജയം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒടുവിൽ എല്ലാം തീർന്ന് കരച്ചിലായിരുന്നു. അപ്പോൾ മനുഷ്യ സ്വഭാവം ഈ മത്സര ബുദ്ധിയിൽ മനുഷ്യൻ്റെ സർവനാശത്തിലേക്ക് എത്തുന്ന ഒരു കഥയാണത്. അപ്പം അത് ഗാന്ധി ഉദ്ധരിക്കാറുണ്ട്. അഹിംസ ആണ് ഇതിനുള്ള പ്രതിവിധി. അതും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജന്മനാൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും
ആവർത്തിച്ച് പറഞ്ഞത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെയാണ് യൂറോപ്പിലെ ഏറ്റവും അധികം യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ മാർപ്പാപ്പ പ്രധാനപ്പെട്ട മാർപ്പാപ്പ ലോകത്തോട് സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ നിർവാഹമില്ല. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു ഒരു ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടു. മേലിൽ യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ഐക്യരാഷ്ട്രസഭ ഇന്നിവിടെ നിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ പിന്നെ പ്രമേയം പാസ്സാക്കുന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ യുദ്ധം നിർത്തണമെന്നവർ പ്രമേയം പാസ്സാക്കി. പക്ഷേ ആരും വകവച്ചില്ല. അത് റഷ്യ വീറ്റോ ചെയ്തു. അങ്ങനെ അത് പോയി. പിന്നെ വന്ന് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വന്നതിനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സമാധാനം ആഗ്രഹിക്കുന്നു. അവർ ഒരൊറ്റ യൂറോപ്യൻ യൂണിയനായി ഒന്നിച്ച് പുരോഗതിക്ക് വേണ്ടി അവർ ഒരു യൂണിയൻ സംഘം സംഘടിച്ചു. അവർക്കും ആരെയും ഒന്നും സ്വാധീനിക്കാൻ കഴിയുന്നില്ല. ആഫ്രിക്കയിൽ ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കയിൽ ഉഗാണ്ട, സുഡാൻ, അവിടെ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇസ്രയേലിൻ്റെ യുദ്ധം നിർത്താൻ വേണ്ടി അമേരിക്കയും ഇവരൊക്കെ പറയുന്നു. പക്ഷേ യുദ്ധത്തിനെ അവർ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും പട്ടിണി കൊടുത്ത് മരിക്കുന്ന ജനങ്ങളുണ്ട്. മറ്റൊരു ദിക്കിൽ നമ്മൾ പുരോഗതിയെപ്പറ്റി ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട നമ്മുടെ ധനമെല്ലാം ആയുധ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയായാലും ചൈനയായാലും അമേരിക്കയായാലും ഇവരെയൊക്കെ അനുകരിച്ചുകൊണ്ട് ഇന്ത്യയും ആയുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതൊരു നല്ല ബിസിനസ്സാണ്. എന്താ ചെറിയ രാജ്യങ്ങൾക്ക് വിറ്റാൽ അവർ തമ്മിൽ തന്നെ നശിക്കും. വീണ്ടും അവരെ ആയുധത്തിന് വേണ്ടി ആവശ്യപ്പെടും. അവർക്ക് ഭക്ഷണത്തേക്കാൾ ആയുധമാണ് ഇത് ആവശ്യം എന്നുള്ളതിനെ വന്നിരിക്കുന്നു. അങ്ങനെ ലോക ചരിത്രത്തിൽ ഈ ഒരു സംഭവ വികാസങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ദുഃഖിച്ച് കരയാറുണ്ട്. പക്ഷേ എനിക്ക് സമാധാനിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ തലവിധിയാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞ് സമാധാനിക്കുകയാണ്. മഹാപുരുഷന്മാർ
എത്രയോ ഇവിടെ അവതരിച്ചു. അവരെത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു, എത്രയോ നല്ല കാര്യങ്ങൾ പിന്നെ ആളുകളെ കൊണ്ട് ചെയ്യിച്ചു. അതെല്ലാം കഴിഞ്ഞു. യേശുക്രിസ്തുവിന് പരിശുദ്ധ സ്നേഹത്തിൻ വിഗ്രഹത്തെ കുരിശിൽ തറക്കുന്നതാണ് ലോകം. ഒരു കവി, മലയാള കവി എഴുതിയതാണ്. പരിശുദ്ധ സ്നേഹത്തിൻ വിഗ്രഹത്തെ കുരിശിൽ തറക്കുന്നതാണ് ലോകം. ഉടലാണ്ട സേവന വ്യഗ്രതയെ വെടിവെച്ചു കൊല്ലുന്നതാണ് ലോകം. ഉടലാർന്ന സേവന വ്യഗ്രതയെ വെടിവെച്ചു കൊല്ലുന്നതാണ് ലോകം. പരിണത സത്യം മൊഴിഞ്ഞ നാവിൽ വിഷപാനം ചെയ്യിപ്പതാണ് ലോകം. പരിണത സത്യം മൊഴിഞ്ഞ നാവിൽ വിഷപാനം ചെയ്യിപ്പതാണ് ലോകം. സോക്രട്ടീസിനെയാണ് വിഷപാനം ചെയ്ത് കൊന്നത്. ഇതിങ്ങനെ ആവർത്തിക്കുന്നു. എനിക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ഓർമ്മയിൽ വരുന്നു. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ഇന്ത്യ ഈ നിലയിൽ വന്നു എന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ സമാധാനിക്കുകയാണ്. ഗാന്ധിജിയെ ഗാന്ധിജിയെ അനുസരിക്കുന്നവരാരുണ്ട് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ കക്ഷികളാണല്ലോ ലോകത്തെ ഭരിക്കുന്നത്. ആർക്കുണ്ട് ഗാന്ധിയൻ ആശയം പ്രാവർത്തികമാക്കണമെന്നുള്ള ആഗ്രഹം? അന്യോന്യ മത്സരമല്ലാതെ എന്താ ഇവിടെയുള്ളത്? ജനാധിപത്യം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് എന്താ ഇവിടെ സ്വാതന്ത്ര്യമുള്ളത്? ജനങ്ങളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കുന്നത് വർഗീയ കക്ഷികൾ, ജാതികൾ, മറ്റുള്ള വ്യത്യസ്ത ഗോത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേർതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികാരത്തിൻ്റെ ഓഹരി കുറച്ചെങ്കിലും കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെറിയ ചെറിയ സംഘടനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്ര തന്നെ അധികാരമോഹം. അധികാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇന്നിപ്പോൾ ജനാധിപത്യം പോയി പണാധിപത്യം തന്നെയായി. എല്ലാ ദിക്കിലും അമേരിക്കയിൽ കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ, അവരിൽപ്പെട്ട ഒരാളാണ് ഇന്നത്തെ പ്രസിഡൻറ്റ് ട്രംപ്. അദ്ദേഹം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഏകാധിപതിയുടെ സ്വരത്തിലാണ്. അധികാരം ഏറ്റെടുത്തത് മുതൽ ഒരു ധനാഢ്യൻ കവിഞ്ഞ് അദ്ദേഹത്തിന് വലിയ ആശയങ്ങളോ മറ്റൊന്നും ഉള്ളതായി കേട്ടിട്ടില്ല. മഹാന്മാർ അമേരിക്കയെ ഭരിച്ചിട്ടുണ്ട്, അബ്രഹാം ലിങ്കൺ പോലെയുള്ളവർ. പക്ഷേ ഇന്ന് അവിടെ എത്തി ഇങ്ങനെ ഓരോ രാജ്യം നോക്കിയാലും പുടിൻ, റഷ്യയിലെ പുടിൻ, റഷ്യയിൽ സ്റ്റാലിൻ പോയി, സ്റ്റാലിൻ്റെ പരാക്രമങ്ങൾ എത്രയോ ലക്ഷം ജനങ്ങളെ കൊന്നെടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ.
ആ മനുഷ്യനെ റഷ്യ അവസാനം തിരസ്കരിച്ചു. പിന്നെ വന്നത് ഇപ്പോൾ പുടിൻ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. യുദ്ധം മറ്റു രാജ്യങ്ങളെ കീഴടക്കുക, റഷ്യയിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഗോർബച്ചേവ് എന്ന് പറയുന്ന ഒരു മഹാനായിരുന്നു. അദ്ദേഹം അവസാന നാളിൽ പെരിസ്ട്രോയിക്ക എന്ന ഒരു ഗ്രന്ഥം, പെരിസ്ട്രോയിക്ക, അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, നമ്മൾ പല ഭരണ സമ്പ്രദായങ്ങളും പരീക്ഷിച്ചു, പല ചിന്തകന്മാരും ലോകത്തിൽ അവതരിച്ചു, അതുകൊണ്ടൊന്നും ഉദ്ദേശിച്ച യാതൊരു ഫലവും ഉണ്ടായില്ല. ഇനി നമുക്ക് പരീക്ഷിച്ച് നോക്കാനുള്ളത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണ് എന്ന് ആ മനുഷ്യൻ തുറന്നെഴുതിയിരുന്നു. ഇടയ്ക്ക് മാഷേ, പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇനി എന്താണ് പുതിയ സമൂഹത്തോട് പറയാനുള്ളത്? ഇന്ത്യയിൽ ഇന്ത്യയിൽ ഗാന്ധി അവസാന കാലത്ത് വളരെ വേദനിച്ചാണ് കഴിഞ്ഞുകൂടിയത്. ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്ന് വിഭജിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി വാദിച്ച ആളായിരുന്നു ഗാന്ധിജി. അവസാനം ഗാന്ധിജി പറഞ്ഞു, ജിന്നയെ മുസ്ലിം ലീഗിൻ്റെ വിഭജനവാദത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ജിന്നയെ പലതവണ പോയി കണ്ട് കേണപേക്ഷിച്ചു. ആ മനുഷ്യൻ കൂട്ടാക്കിയില്ല. അവസാനം നെഹ്റുവിനോട് പറഞ്ഞു, ജിന്നയെ പ്രധാനമന്ത്രിയാക്കൂ, എന്നിട്ട് വിഭജനം ഒഴിവാക്കൂ. അങ്ങനെ ക്രമേണ ഇന്ത്യ ഒരു സൗഹാർദ്ദ രാഷ്ട്രമായി ശക്തിപ്പെടട്ടെ എന്നുവരെ അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിന് ഇത് ചിന്തിക്കാൻ പോലും കഴിയില്ല, ജില്ലയെ പ്രധാനമന്ത്രിയാക്കാൻ. ആ ഒരു ഘട്ടം വരെ ഗാന്ധിജി എത്തിയിരുന്നു. പുതിയ തലമുറയോട് എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയോട് എന്താണ് മാഷക്ക് പറയാനുള്ളത്? പുതിയ തലമുറയോട് ഇപ്പോഴത്തെ പുതിയ തലമുറയും പഴയ തലമുറയും തോന്നുമ്പോൾ പ്രത്യേകമോ. പിന്നെ പുതിയ തലമുറ വളരെ പിഴച്ച വഴിയിലാണ് പോകുന്നത് എന്നൊരു സങ്കടമുണ്ട്. കോളേജിലും വിദ്യാലയങ്ങളിലൊക്കെ കലഹമാണ്, രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് സർവത്ര. വിദ്യാർത്ഥികൾ തമ്മിൽ കലഹം, കൊലപാതകം വരെ നടക്കുന്നുണ്ട് അവരുടെ രാഷ്ട്രീയ സഖ്യത്തിൽ. ഗാന്ധിയെ മറന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള പുതുതലമുറ പോകുന്നത് എന്നുള്ളൊരു പൊതുവെ ഒരു ചർച്ചയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അത് രണ്ടു വാക്ക് പറയാം. അപ്പോൾ ഗാന്ധിയെക്കുറിച്ച് അവർക്ക് പാഠങ്ങളൊന്നുമില്ല കാര്യമായിട്ട്. ഗാന്ധിയെ ആരാധിക്കാനുള്ള ഒരു ദിവ്യപുരുഷൻ എന്ന് കരുതിയങ്ങ് മാറ്റി നിർത്താതെ എല്ലാ മഹാന്മാരെയും മാറ്റി നിർത്തുകയാണ്. പുതിയ തലമുറ ഏത് വഴിക്ക് നീങ്ങുന്നോ എവിടെയും അച്ചടക്കമില്ല. അധ്യാപകന്മാർ വിദ്യാർത്ഥികളെ ഭയപ്പെട്ട് കഴിയുകയാണ്. അത് എല്ലാവരും ഘേരാവോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കലഹമാണ്. പിന്നെ അധ്യാപകർക്ക് ശമ്പളം മതി, വിദ്യാർത്ഥികൾ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ ഈ നിലയിൽ ഒരു നിയന്ത്രണമില്ലാതെ പോവുകയാണ്. അവരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ കളിപ്പാട്ടുകളായി മാറി ഇരിക്കുകയാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളോടൊക്കെ താഴെയിൽ അപേക്ഷിച്ചത് ഗാന്ധിയെക്കുറിച്ച് പഠിക്കൂ. ഗാന്ധിയെ പഠിച്ചാലും പഠിപ്പിക്കുന്നില്ല.
ഗാന്ധി എന്തോ ഒരു ആരാധ്യ പുരുഷൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ തള്ളി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് അപേക്ഷിക്കുക, ഈ അപേക്ഷ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് നിശ്ചയമില്ല. ആര് പ്രാവർത്തികമാക്കും? ഗാന്ധിജി പിന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ രാഷ്ട്രീയം, ഗാന്ധിജി നെഹ്റുവും പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ രാഷ്ട്രീയം പഠിക്കണം, പക്ഷെ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. പഠനകാലത്ത് പഠനം കഴിഞ്ഞ് വേണ്ട കാര്യമാണ് പിന്നീട് രാഷ്ട്രീയ കാര്യങ്ങൾ. അതുകൊണ്ട് വിദ്യാർത്ഥി ജീവിതകാലത്ത് സ്വഭാവ രൂപീകരണം, അറിവ് നേടുക, തൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുക, അതൊക്കെ കഴിഞ്ഞ അവസാനം രാഷ്ട്രീയത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാഷ്ട്രീയം തന്നെയാണ് വിദ്യാർത്ഥികൾ മുഴുവനും. അവസാനമായി മാഷക്ക് ഈ പുതുതലമുറയോട് എന്താ രണ്ട് വാക്കിൽ അവസാനമായിട്ട് രണ്ട് വാക്കിൽ പുതിയ വളർന്നു വരുന്ന സമൂഹത്തോട് ഗാന്ധിയനായ മാഷക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരു വലിയ വിഷമത്തിലാണ്. ആരോട് എന്തു പറയണം രൂപവുമില്ലാതെ വിദ്യാർത്ഥികളോട് പറഞ്ഞാൽ കേൾക്കുമ്പോൾ പറഞ്ഞതുകൊണ്ട് ഫലമുണ്ടോ എന്നൊരു ചിന്തയിലാണ്. വിദ്യാർത്ഥികൾ പഠിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉദ്ദേശം സ്വഭാവ രൂപീകരണമാണ്, വ്യക്തിത്വ വികാസമാണ്. അതിന് പറ്റിയ തരത്തിലുള്ള പാഠങ്ങളും ഒക്കെ പഠിപ്പിക്കണം. മനുഷ്യനെ ഭൗതികമായ ഒരു വശം, ആത്മീയമായ ഒരു വശം, ഇങ്ങനെ രണ്ടുണ്ട്. ഈ ഭൗതികതയിൽ മാത്രം ഊന്നിയിട്ടുള്ള പഠനമാണ് ഇന്ന് കിട്ടുന്നത്. ആത്മീയതയെക്കുറിച്ച് അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ പോലും എടുക്കുന്നില്ല മന്ത്രിമാർ. ആത്മീയെന്ന് പറഞ്ഞാൽ ഒരു പുച്ഛമാണ് ഇന്ന്. പക്ഷെ മനുഷ്യൻ ഈ രണ്ടും ചേർന്ന ഒന്നാണ്. ആ രണ്ട് മനുഷ്യൻ്റെ വിചാരങ്ങൾ, ചിന്തകൾ, മനുഷ്യൻ്റെ വ്യക്തിത്വം, വികാസം ഇതിൽ കൂടിയാണ് സാധിച്ചെടുക്കേണ്ടത്. വെറുതെ ഭൗതിക കാര്യങ്ങളിൽ തമ്മിൽ തെല്ലിയ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക, കൂടുതൽ ആധുനിക കാര്യങ്ങൾ സയൻസ് മാത്രം പഠിച്ച് കുറേ പുതിയ വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ കാശ് ഉണ്ടാക്കുക. പിന്നെ മത്സരമാണ് ജീവിതം. കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിക്കുന്നു എവിടെയും മത്സരം. അതല്ല, സ്നേഹമാണ്. യേശുക്രിസ്തുവിൻ്റെ ആ സിദ്ധാന്തം, സ്നേഹം, സഹോദര്യം, അത് തന്നെയാണ് ഗാന്ധിജി ഏറ്റു പറഞ്ഞത്. അതിലേക്ക് ലോകം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മനുഷ്യരിൽ ആത്മീയ വശമുണ്ട്, ഭൗതിക വശമുണ്ട്. ഈ രണ്ടിനെയും സംയോജിപ്പിച്ച് കൊണ്ടുപോകണം. എന്നാലേ മനുഷ്യ ജീവിതത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. ഈ ഒരു ആശയം ആണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്.